സെവൻത്ത് മാത്സിലെ ചാപ്റ്റർ 13 പേഴ്സൺസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ലെസ് ആൻഡ് മോർ എന്നുള്ള ഭാഗം, അതായത് ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യണത് പേജ് നമ്പർ 187 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ലെസ് ആൻഡ് മോർ എന്നുള്ള ഭാഗത്ത് 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ പേജ് നമ്പർ 187 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെസ് ആൻഡ് മോർ, അതായത് കുറച്ചും കൂട്ടിയും എന്നാണ് അല്ലേ. അതായത് അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡ്യൂറിങ് ഓണം ദർ ഈസ് 30% റിഡക്ഷൻസ് ഇൻ ദ പ്രൈസ് ഓഫ് ഹാൻഡ്ലൂം ക്ലോത്ത്സ്. ഹൗ മച്ച് ഷുഡ് ബി പെയ്ഡ് ഫോർ ക്ലോത്ത്സ് വർത്ത് 3250 rupees എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ മുന്നേ ചെയ്തിട്ടുണ്ട് അല്ലേ, റിഡക്ഷനായിട്ട് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത പോലെ ചെയ്യാം, പിന്നെ ഇതിൽ പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മുന്നേ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ മൊത്തം, അതായത് അവിടെ ഡ്രസ്സിന് വേണ്ടി അതായത് എത്രയാണ് 3250 അല്ലേ. അപ്പോൾ അത് പിന്നെ അതിൻ്റെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് 30% ആണല്ലേ. 30% 30/100 എന്ന് എഴുതും. 30/100. അപ്പം നമ്മൾ നേരത്തേക്ക് എങ്ങനെ കണ്ടുപിടിച്ച് 0 ക്യാൻസലാക്കാം. ഇതാ ഇനി 325 × 3. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 975 രൂപ നമുക്ക് എന്ത് കിട്ടും, റിഡക്ഷൻ കിട്ടും. ഇത് നമ്മളിതിൽ അവിടെ ഷോപ്പിൽ എത്ര പേ ചെയ്യാൻ നമ്മൾ എന്താ കണ്ടത്, ഇതിൽ നിന്ന് ഈ എമൗണ്ട് കുറക്കുക അല്ലേ, മൈനസ് ചെയ്യാം. 250 മൈനസ്, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 2275 നമുക്ക് കിട്ടും. ഇത്രയും നമ്മൾ ഷോപ്പിൽ പേ ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെയല്ലേ കണ്ടുപിടിച്ചത്, അതായത് 30% റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 30/100 ചെയ്തിട്ട് ഇതിന് മൈനസ് ചെയ്യാം. അപ്പോൾ ഇതിന് പകരം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ലെസ് ആൻഡ് മോർ എന്നുള്ള ഭാഗത്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഈ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഒറിജിനൽ പ്രൈസ് എത്രയാണ് 3250. ഇനി കറൻറ്റ് പ്രൈസ്, ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എന്താണ്, അതായത് കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 30% റിഡക്ഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 100% നിന്ന് ഈ 30% 30% കുറക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 70 അല്ലേ. അപ്പോൾ 70%. അതായത് ഇതിനർത്ഥം എന്താണ്, അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി, എന്താണോ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് അതിൻ്റെ 70% അവിടെ കൊടുത്താൽ മതി അല്ലേ. അപ്പം നമ്മളിങ്ങനെ ആദ്യം 30% കണ്ടു, എന്നിട്ട് കുറക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിന് പകരം നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, എന്താണോ ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് 70% ഓഫ് ഒറിജിനൽ പ്രൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ 70% കാണാം ഒറിജിനൽ പ്രൈസിൻ്റെ. അതായത് തന്നത് കുറക്കുകയാണ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ആണെങ്കിൽ നിങ്ങളിത് ഈ 100% നിന്ന് കുറച്ച് കൊടുക്കുക. ഇനി ഇത് കൂട്ടി മോറാണ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിത് 100% കൂടെ അത് കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 3250 × 70/100. 0 ക്യാൻസലാക്കാം. 125 × 7. അപ്പോഴും നമുക്ക് എന്തെന്നെ കിട്ടും, 2275 രൂപ. അതാ നേരത്തെ കിട്ടിയ ആൻസർ തന്നെയാണല്ലോ ഇവിടെ കിട്ടുന്നത്. നമ്മൾ നേരത്തെ ചെയ്തത് 30% കണ്ട് അത് കുറച്ചു. അതിന് പകരം നമ്മൾ എന്ത് കണ്ടാൽ മതി, എന്താണോ ആ പ്രൈസ് വിലയുടെ എന്ത് 70% കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നതിൽ നിന്ന് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ 100% നിന്ന് എന്താണോ തന്നത് അത് കുറക്കാൻ പറഞ്ഞിരിക്കുന്നത് റിഡക്ഷൻ ആണെങ്കിൽ കേട്ടോ. ഇനി കൂട്ടേണ്ട ടൈം ഉണ്ടാവാറുണ്ട്, അതെപ്പോഴാണ് അത് കൂടുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാൻ പോണത്, ഇങ്ങനെ കുറച്ച് ചെയ്യുന്നതിന് പകരം ഇതുപോലെയാണ് ചെയ്യുക കേട്ടോ.
ഈ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് ചെയ്യാം കേട്ടോ. ഇതേപോലെ എ സ്കൂട്ടർ മാനുഫാക്ചർ ഹാസ് ഡിസൈഡഡ് ടു ഇൻക്രീസ് ദ പ്രൈസ് എന്നാണ് പറഞ്ഞത്. നേരത്തെ അവിടെ റിഡക്ഷൻ ആണ്, ഇവിടെ വ്യത്യാസം ഇൻക്രീസ് ദ പ്രൈസ് ബൈ 3% ഫ്രം നെക്സ്റ്റ് മന്ത് ഫോർ എ സ്കൂട്ടർ ഹൗ സെല്ലിംഗ് ഫോർ 80,000 റുപ്പീസ്. വാട്ട് വുഡ് ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത്? അതായത് നെക്സ്റ്റ് മന്തിലെയാണ് കേട്ടോ. ഇപ്പോഴത്തെ വിലയാണ് എന്ത് 80,000. നെക്സ്റ്റ് മന്ത് ഒരു 3% കൂട്ടുകയാണെന്നാണ്, ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രൈസ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിൻ്റെ 3% കണ്ട് അതിൽ കണ്ടതിന് ശേഷം ആ ഇൻക്രീസ് ചെയ്തത് എമൗണ്ട് കണ്ടുപിടിച്ച് നമ്മൾ ഇതിലൂടെ ഈ 80,000 കൂടെ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒറിജിനൽ എമൗണ്ട് ഒറിജിനൽ എമൗണ്ട് 80,000. പിന്നെ കറൻറ്റ് പ്രൈസ്, ഇപ്പോഴത്തെ വില എന്താണ്? 3% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100% പ്ലസ് എന്താണ് 3%, അതായത് 103%. 103% ഓഫ് എന്താണ്? ഒറിജിനൽ പ്രൈസ് എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഒറിജിനൽ പ്രൈസിൻ്റെ 103 ആണ്, 3% ആണ് ഒറിജിനൽ പ്രൈസ്. അപ്പോൾ ഈ ഒറിജിനൽ പ്രൈസ് പറഞ്ഞാൽ എത്രയാണ്? 80,000 അല്ലേ. അപ്പോൾ അതെടുക്കുക ഇൻറ്റു 103/100. ഇതിന് 103 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, 103/100. അപ്പോൾ അതാ ക്യാൻസലാക്കി 800 ഇൻറ്റു 103. ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 824, 2 0 ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 0 ഒഴിവാക്കിയിട്ടാണ് ഇൻറ്റു ചെയ്തിട്ടുള്ളത്. അപ്പോൾ 124, അപ്പോൾ 2 0 ആഡ് ചെയ്തു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് മന്തിൽ എത്ര ആയിരിക്കും? 82,400 രൂപ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ പേജ് നമ്പർ 187 ക്വസ്റ്റ്യനൊക്കെ ഇതുപോലെയാണ് ചെയ്യാൻ പറ്റുക കേട്ടോ. പേജ് നമ്പർ 187 ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. എ ബൈസിക്കിൾ ഒറിജിനലി പ്രൈസ്ഡ് അറ്റ് 4,000 rupees is now sold for 50% ലെസ്. വാട്ട് ഈസ് ദ കറൻറ്റ് പ്രൈസ് എന്നാണ് അല്ലേ. അതായത് 400 രൂപ വിലയുള്ള സൈക്കിളിന് ഇപ്പോൾ 15% എന്തുണ്ട്? വിലക്കുറവുണ്ട്. ഇപ്പോഴത്തെ എത്ര രൂപയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഒറിജിനൽ പ്രൈസ് എത്രയാണെന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഒറിജിനൽ പ്രൈസ് അല്ലെങ്കിൽ ആദ്യത്തെ വില ആണ് ഒറിജിനൽ പ്രൈസ്. കറൻറ്റ് പ്രൈസ് ഇപ്പോഴത്തെ വില. കറൻറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 15% റിഡക്ഷനാണ്. അപ്പോൾ നമ്മൾ -15%. അപ്പോൾ നമുക്ക് 85% ഓഫ് ഒറിജിനൽ പ്രൈസ്. അപ്പോൾ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 4,000 ഇൻറ്റു 85%. 85/100. 0 ക്യാൻസലാക്കാം. 40 ഇൻറ്റു 85. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 340 ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 4 വെച്ചിട്ട്
മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ്. അപ്പോൾ എന്താ 3400 രൂപ ആണ് ഉള്ളത്. അപ്പോൾ ഒറിജിനൽ പ്രൈസ് 4000 ആയിരുന്നു. അപ്പോൾ 15% റിഡക്ഷൻ കിട്ടുമ്പോൾ എത്ര ആയിരിക്കും നെക്സ്റ്റ് മന്ത് അവർ ഉണ്ടാവുക? അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3400 കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The monthly salary of a person was 30,000 rupees last year. This year he got an 8% rise. What is the monthly salary now? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? അതായത് മന്ത്ലി സാലറി ഇപ്പോൾ ഉള്ളത് എത്രയാണ്? 30,000 ഇനി ഈ വർഷം അത് എത്രയായിട്ട് കൂടുന്ന പറഞ്ഞത് 8% കൂടുന്നതാണ് അല്ലേ. മുന്നത്തെ സാലറിയാണ് തന്നിട്ടുള്ളത് 30,000. ഈ വർഷം മുതൽ അത് 8% കൂടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? മന്ത്ലി സാലറി എത്രയാണ്? ഇനി എന്താണ് കറൻറ്റ് മന്ത്ലി സാലറി? ഇപ്പോഴത്തതോ കറൻറ്റ് മന്ത്ലി സാലറി എത്ര? 8% കൂടില്ല. അപ്പോൾ 100% കൂടെ പ്ലസ് എന്താണ് 8%. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 108% ഓഫ് എന്താണ് ആദ്യത്തെ സാലറിയുടെ കേട്ടോ. അപ്പോൾ 108% ഓഫ് മന്ത്ലി സാലറി. അപ്പോൾ മന്ത്ലി സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ഇൻറ്റു 108%. അപ്പോൾ 108/100 0 ക്യാൻസലായത് 300 ഇൻറ്റു 108. അപ്പോൾ 108നെ 3 വെച്ച് നമ്മൾ ഇൻറ്റു ചെയ്യുക. 324 2 0 ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 32,400 ഇതാണ് ആൻസർ. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ റെഡ്യൂസ്ഡ് ബൈ 10% ഈച്ച്, ബൈ വാട്ട് % വുഡ് ദ ഏരിയ ബി റെഡ്യൂസ്ഡ്? അതായത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എന്താ 10% റെഡ്യൂസ് ചെയ്തു എന്നാണ്, കുറച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 10% റെഡ്യൂസ് ചെയ്താൽ അതിൻ്റെ ഏരിയ എത്ര % റെഡ്യൂസ് ചെയ്യും, കുറയും എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ അറിയാം? അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഹൈറ്റും വിഡ്ത്തുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഹൈറ്റ്, ഇതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ വിഡ്ത്തും ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ അതായത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ നീളത്തിന് നമുക്ക് എന്ത് പറയാം? ആദ്യത്തേതിനെ ഓൾഡ് വിഡ്ത്ത് എന്ന് പറയാം കേട്ടോ. ഓൾഡ് വിഡ്ത്ത്. ഇതിനെയോ അതായത് ഇത് വിഡ്ത്താണ്, ഇത് ഹൈറ്റാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഇവിടെ തന്നത് വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. അപ്പോൾ ഇത് പഴയതാണ്. അപ്പോൾ ഞാൻ ഓൾഡ് വിഡ്ത്ത് എന്നും ഇവിടെ എന്താണ് ഓൾഡ് ഹൈറ്റ് എന്നും കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഏരിയ, അതായത് ഓൾഡ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ന്യൂ ഏരിയ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഓൾഡ് ഏരിയ എന്താണെന്ന് കാണണം. ഓൾഡ് ഏരിയ ഇസിക്കൽ ടു എന്ത് വരും? അതായത് ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ തന്നത് വിഡ്ത്തും ഹൈറ്റും ആണ്. അപ്പോൾ അതിനെ വെച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ എന്താണ് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വരും. അപ്പോൾ നമുക്കിവിടെ ഓൾഡ് വിഡ്ത്ത് ഇൻറ്റു ഓൾഡ് ഹൈറ്റ്. ഇനി ന്യൂ ഏരിയ എന്തായിരിക്കും? 10% കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ന്യൂ ഏരിയ
ന്യൂ ഏരിയ സിക്കട്ട് എന്ത് വരും? ന്യൂ വിഡ്ത്ത് ഇൻറ്റു ന്യൂ ഹൈറ്റ്. അപ്പോൾ ന്യൂ വിഡ്ത്ത് എന്താ വരിക? ന്യൂ വിഡ്ത്ത് സിക്കട്ടു ന്യൂ വിഡ്ത്ത് എന്ന് പറഞ്ഞത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തേതിനേക്കാൾ 10% കുറഞ്ഞു എന്നല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? മൈനസ് എന്താണ്? 10%. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90%. അതായത് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 90% ഓഫ് എന്തിൻ്റെ? ഓൾഡ് വിഡ്ത്തിൻ്റെ അല്ലേ. അപ്പോൾ 90% ഓഫ് ഓൾഡ് വിഡ്ത്ത്. ഇനി 90% ഓഫ് ഓൾഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 90% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് 90/100 ഇൻറ്റു എന്ത് എഴുതാം? ഓൾഡ് വിഡ്ത്ത്. അതായത് ഇപ്പോൾ നമ്മൾ ന്യൂ വിഡ്ത്ത് കണ്ടുപിടിച്ച് എത്രയാണ്? 90/100 ഇൻറ്റു ഓൾഡ് വിഡ്ത്ത്. അതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ന്യൂ ഹൈറ്റ് കണ്ടുപിടിക്കാം കേട്ടോ. ന്യൂ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ന്യൂ ഹൈറ്റ് എന്താ വരിക? അതായത് 90%. അതായത് ഇതും അതന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. 100 അതായത് 10% കുറഞ്ഞിട്ടുണ്ട് 2. അപ്പോൾ ഇതിനല്ലേ വരിക? 90%. അപ്പോൾ 90% ഓഫ് എന്താണ്? ഓൾഡ് ഹൈറ്റ്. അപ്പോൾ 90% ഓഫ് ഓൾഡ് ഹൈറ്റ് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ മാറ്റി എഴുതുമ്പോൾ 90/100 ഇൻറ്റു ഓൾഡ് ഹൈറ്റ്. ഇനി ന്യൂ ഏരിയ സമം നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ന്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ വിഡ്ത്ത് ഇൻറ്റു ന്യൂ ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ന്യൂ വിഡ്ത്ത് എന്താണ്? ഇതാ 90/100. അതിനെ നമ്മൾ ഇങ്ങോട്ട് എഴുതാം കേട്ടോ. ഇൻറ്റു ഓൾഡ് വിഡ്ത്ത് ഇൻറ്റു എന്താണ്? അതായത് ന്യൂ വിഡ്ത്ത് ഇൻറ്റു ന്യൂ ഹൈറ്റ് ആണ്. അപ്പോൾ ന്യൂ ഹൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചത് ഇതാണ് 90/ഓൾഡ് ഹൈറ്റ്. ഇനി ഇതിലത്തെ ഈ നമ്പറിനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ന്യൂ ഏരിയ എന്തായിട്ട് വരും? നമ്പറിനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റാം. അപ്പോൾ ഈ ഓൾഡ് വിഡ്ത്ത് ഇൻറ്റു ഓൾഡ് ഹൈറ്റ് ഇൻറ്റു 90/100. പിന്നെതാ ഇതിനെ എടുക്കുക 90/100. അപ്പോൾ അതായത് ഓൾഡ് വിഡ്ത്തിൻ്റെ ഓൾഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം എഴുതി വെച്ചത്. അതായത് ഓൾഡ് വിഡ്ത്തിൻ്റെ ഓൾഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ് ഏരിയ അല്ലേ. ഓൾഡ് ഏരിയ എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം? ഇനി ഈ ന്യൂ ഓൾഡ് വിഡ്ത്തിൻ്റെ ഓൾഡ് ഹൈറ്റിന് പകരം എന്ത് കൊടുക്കാം? ഓൾഡ് ഏരിയ. അപ്പോൾ ഓൾഡ് ഏരിയ ഇൻറ്റു 90/100. 90/100. ഇവിടെ 0 ഉണ്ട്. ഇവിടെ വെച്ചിട്ട് ആദ്യം തന്നെ ക്യാൻസലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ക്യാൻസലാക്കാം കേട്ടോ. 0 കിട്ടി. ഇതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇപ്പം നമുക്കിവിടെ ഓൾഡ് ഏരിയ ഇൻറ്റു അതായത് ഈ 0ക്ക് ക്യാൻസലായി പോയില്ല. അപ്പോൾ 9ഉം 9ഉം. അപ്പോൾ 9 × 9 81/10 × 10. ബാക്കി 0 ക്യാൻസലാണ്. അപ്പോൾ 100. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? 81/100 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് 81% ആണ് അല്ലേ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 81%. അതായത് 81% ഓഫ് ഓൾഡ് ഏരിയ, 81% ഓഫ് എന്താണ്? ഓൾഡ് ഏരിയ. അതായത് ഇവിടെ എന്ത് കിട്ടും? ഈ ഓൾഡ് ഏരിയ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ 81% ഓഫ് ഓൾഡ് ഏരിയ. അതായത് എത്രയാണ്? ന്യൂ
ന്യൂ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 81% ഓഫ് ഓൾഡ് ഏരിയ. നമ്മളോട് ക്വസ്റ്റ്യൻ എത്ര കുറഞ്ഞു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 100% കുറക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? 81. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അതായത് 19% കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? സോ ദ ഏരിയ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, ഇവിടെ എഴുതി എനിക്ക് കാണാൻ പറ്റില്ല. സോ ദ ഏരിയ എത്രയാണ്? ഈസ് റെഡ്യൂസ്ഡ് ബൈ എത്ര പെർസെൻറ്റേജാണ്? 19%. ഇതാണ് എത്ര കുറയുന്നല്ലേ ചോദ്യം. ഇതാണ് കേട്ടോ 90%. അതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇഫ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഇൻക്രീസ്ഡ് ബൈ. ഇപ്പോൾ നേരത്തെ നമ്മുടെ ചോദ്യത്തിൽ റെഡ്യൂസ് ചെയ്യുന്നു, ഇവിടെ എന്താണ്? ഇൻക്രീസ്ഡ് ബൈ 10% ഓഫ് ഈച്ച്. ബൈ വാട്ട് % വുഡ് ദ ഏരിയ ബി ഇൻക്രീസ് എന്നാണ് ചോദ്യം. അപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ നമ്മളത് റെഡ്യൂസ് ചെയ്യുന്നു, അപ്പോൾ കുറച്ചു, ഇതിന് പകരം ഇവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു മാറ്റമാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇവിടെ അത് കൂട്ടി ചെയ്യാൻ പറ്റും. ആദ്യം എന്താണ്? ഓൾഡ് ഏരിയ എന്താണ്? അതായത് ഓൾഡ് വിഡ്ത്ത് ഇൻറ്റു ഓൾഡ് ഹൈറ്റ്. അപ്പോൾ നമുക്കിനി ന്യൂ ഏരിയ, അതായത് കൂട്ടിയിട്ടുണ്ടല്ലോ, ന്യൂ ഏരിയ. അപ്പം എന്ത് വരും? ന്യൂ വിഡ്ത്ത് ഇൻറ്റു ന്യൂ ഹൈറ്റ്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ന്യൂ വിഡ്ത്ത് കണ്ടുപിടിക്കുക അല്ലേ. ന്യൂ വിഡ്ത്ത് 10% ഇൻക്രീസ് ചെയ്തു എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ 10% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മളിതിൽ കൂടെ എന്ത് 10% ഇൻക്രീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 10% ആണ് കേട്ടോ വരിക. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? ന്യൂ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 10% ഓഫ് എന്താണ്? ഓൾഡ് വിഡ്ത്ത്. ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് 110% പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 110/100. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിന് ക്യാൻസലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 11/10. ഇനി എഴുതുന്ന ഭാഗത്തൊക്കെ എന്ത് എഴുതി കൊടുക്കാം? 11/10 എന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ന്യൂ വിഡ്ത്ത് എന്താണ്? അതായത് 110, അതായത് ഇതിൻ്റെ ഓൾഡ് വിഡ്ത്താണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിന് പകരം ഈ 110ന് പകരം ഇനി എന്ത് എഴുതിയാൽ മതി? 11/10 ഇൻറ്റു ഓൾഡ് വിഡ്ത്ത്. ഇതുപോലെ നമ്മൾ ഇനി ന്യൂ ഹൈറ്റ് കണ്ടുപിടിക്കുക. ന്യൂ ഹൈറ്റ് എന്താണ്? അതായത് എത്ര തന്നെയാണ്? അതായത് 10% തന്നെയാണ് അതല്ലേ. അപ്പോൾ അതെന്ത് എഴുതാം? 10% ഓഫ് ഓൾഡ് ഹൈറ്റ്. അതായത് നമുക്ക് എന്ത് എഴുതാം? അതായത് 110ന് നമ്മൾ ഇതുപോലെ 11/10 ഇൻറ്റു ഓൾഡ് ഹൈറ്റ്. നമുക്ക് ന്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ വിഡ്ത്ത് ഇൻറ്റു ന്യൂ ഹൈറ്റ് ആണ്. അപ്പോൾ ന്യൂ വിഡ്ത്ത് നമ്മളിതാ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഇത്? 11/10 ഇൻറ്റു ഓൾഡ് വിഡ്ത്ത് ഇൻറ്റു ന്യൂ ഹൈറ്റ്. അപ്പോൾ ന്യൂ ഹൈറ്റ് ആണ് എന്ത്? 11/10 ഇൻറ്റു ഓൾഡ് ഹൈറ്റ്. ഇതിലെ ഈ നമ്പറിനെയൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റുക കേട്ടോ. അപ്പോൾ ന്യൂ ഏരിയ എന്താ വരിക? ഈ ഓൾഡ്
വിഡ്ത്ത് ഇൻറ്റു ഓൾഡ് ഹൈറ്റ് ഇൻറ്റു 11/10 ഇൻറ്റു 11/10. ഈ നമ്പറിനെ ഒരു സൈഡിലേക്ക് മാറ്റി. ഈ ഓൾഡ് വിഡ്ത്ത് ഇൻറ്റു ഓൾഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? ന്യൂ, അതായത് ഓൾഡ് വിഡ്ത്തിൻ്റെ ഓൾഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ് ഏരിയ എന്നാണ് അല്ലേ? ഓൾഡ് ഏരിയ. അതിന് പകരം നമുക്കിവിടെ എന്ത് എഴുതി കൊടുക്കാം? ഓൾഡ് ഏരിയ. ഓൾഡ് ഏരിയ ഇൻറ്റു 11/10 ഇൻറ്റു 11/10. അതായത് 11 ഇൻറ്റു 11 ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 121 അല്ലേ? 121/10 ഇൻറ്റു 10 100. അതായത് ഓൾഡ് ഏരിയ ഇൻറ്റു 121/100. ഓൾഡ് ഏരിയ 121/100. അതായത് 121/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 121/100 അതായത് 121%. അതായത് 121% ഓഫ് ഓൾഡ് ഏരിയ എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ എത്ര കൂടി എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇത് എത്ര കൂടി? അതായത് 100%. അതുകൂടെ എത്ര? 21% ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ സോ the area is increase ചെയ്യാണ് ചെയ്തല്ല, increased by 21%. ഇതാണ് എത്ര കൂടി ചോദിച്ചതിൻ്റെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ കണ്ടിട്ട് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.